ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്രകമ്പനം എന്ന മൂവിയാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചെമ്പകത്ത് തറവാടാണ്. അവിടുത്തെ കാരണവരായിരുന്നു മാധവൻ. സഖാക്കളുടെ കുടുംബമായിരുന്നു അത്. പക്ഷെ മാധവന്റെ ഭാര്യ രുക്മിണിക്ക് നല്ല ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. ബാക്കി ആരും അത്ര ഈശ്വരവിശ്വാസികളൊന്നും തന്നെയല്ല. രുക്മിണിക്കും മാധവനും 2 മക്കളാണ്, രാഘവനും രമേശും. അവരുടെ ഭാര്യമാരായിരുന്നു ഓമനയും ബീനയും. ഈശ്വരവിശ്വാസമുള്ള രുക്മിണിയാകട്ടെ ആ കുടുംബത്തിൽ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കി അവിടെ വിളമ്പി വെക്കുന്നു. രാഘവന് രമേശ് വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം വിളമ്പി വെച്ച ശേഷം ആ വാതിലടിച്ച് പുറത്തേക്ക് ഇറങ്ങാനാണ് രുക്മിണി എല്ലാവരോടും പറയുന്നത്. വീടിന്റെ ലൈറ്റുകളെല്ലാം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ആത്മാക്കൾ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകും. പക്ഷെ ആ സമയം രാഘവനും രമേശും അവിടെയൊക്കെ വരുന്നു. രുക്മിണി ഇങ്ങനെയൊക്കെ ചെയ്തു തറഞ്ഞിട്ട് അവര് ദേഷ്യത്തിലെ വീടിനുള്ളിലേക്ക് കയറി. ആ സമയം വിളമ്പി വെച്ചിരുന്ന ഒരു ഇലയിൽ നിന്ന് ആരോ ആഹാരം കഴിച്ചതായിട്ട് കാണുന്നുണ്ട്. ആത്മാക്കൾ വന്ന് കഴിച്ചതായിരിക്കുമെന്ന് രാഘവന്റെ രമേശിന്റെയും ഭാര്യമാരെ വിചാരിക്കുമ്പോഴാകട്ടെ രാഘവൻ പറയുന്നുണ്ട് അത് ആത്മാവൊന്നുമല്ല, ആ പോകുന്ന പൂച്ചയാണെന്ന്. അതല്ല, ആ പൂച്ചയുടെ പണിയായിരുന്നു. രുക്മിണി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന്റെ പേരിൽ രാഘവൻ അവരെ വഴക്ക് പറയുന്നു. അവിടെ നിന്ന് സീൻ നമ്മളെ കാണിക്കുന്നത് ഒരു ബോയ്സ് ഹോസ്റ്റലിലേക്കാണ്. രാഘവന്റെ മൂത്ത മകനായിരുന്നു സിദ്ധു. രാഘവനും കുടുംബവും കണ്ണൂരാണ് താമസിക്കുന്നതെങ്കിൽ സിദ്ധു കൊച്ചിയിലെ ഒരു കോളേജില് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആന്റണിയും ശംഖുവും. പുണ്യാലിൽ നിന്നാണ് ആന്റണിയെ എല്ലാവരും വിളിക്കുന്നത്. അവന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് വേദിക എന്നാണ്. കോളേജിൽ അത്യാവശ്യം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ സിദ്ധുവിനുണ്ട്. ഇവരുടെ എതിർ പാർട്ടിയിൽപ്പെട്ട ശശിയുടെ ഗ്യാങ്ങുമായിട്ട് എപ്പോഴും ഇവർക്ക് പ്രശ്നങ്ങളാണ്. എന്നാൽ ശശിയാകട്ടെ പുണ്യാലിന്റെ ഗേൾഫ്രണ്ട് വേദികയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തീർച്ചയായും കോളേജ് ഇലക്ഷനിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ശശിയുടെ പാർട്ടിയാണ്. എന്നെങ്കിലും തങ്ങളുടെ പാർട്ടി ജയിക്കുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സ്പെഷ്യൽ മദ്യക്കുപ്പി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു സാഹചര്യത്തിലും അത് പൊട്ടിക്കില്ലെന്ന് തന്നെയാണ് സിദ്ധു പറയുന്നത്. ഇവരുടെ ഈ വെള്ളമടിക്ക് അവിടുത്തെ വാർഡനും കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ മദ്യപിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങിയ ഒരു ദിവസം രാത്രി സിദ്ധുവിന് വീട്ടിൽ നിന്നും കോള് വരുന്നു. അവന്റെ അച്ഛമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ടെൻഷനായിട്ട് നാട്ടിലേക്ക് പോകാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ചെങ്കിലും അവരെല്ലാം മദ്യപിച്ച് കിടക്കുന്നത് കാരണം വന്നില്ല. പുണ്യാലിനെപ്പോഴും വേദികയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധു ഇങ്ങനെ ടെൻഷനായിട്ട് പോകുന്ന കണ്ടിട്ട് മറ്റു കൂട്ടുകാരോട് അവൻ കാര്യം പറയുന്നു. സിദ്ധുവിന് എന്തോ പറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അവരൊരു കാറ് സംഘടിപ്പിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. സിദ്ധുവിന്റെ വീട്ടില് രുക്മിണിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. ഈശ്വരവിശ്വാസമൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ അന്ത്യകർമ്മങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് രാഘവനോ രമേശിനോ നിന്നില്ല. അപ്പോഴേക്കും സിദ്ധുവിന്റെ കൂട്ടുകാരും അവിടേക്ക് വരുന്നു. അവിടെ എത്തുമ്പോഴാണ് ഇവന്റെ അച്ഛമ്മ മരിച്ചിട്ടാണ് ഇവൻ ഇത്ര ടെൻഷനായിട്ട് ഓടി വന്നതെന്ന് അവർക്ക് മനസ്സിലായത്. അടക്കമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സിദ്ധുവിനോട് കൂട്ടുകാരുടെ കൂടെ കോളേജിലേക്ക് പോയിക്കൊള്ളാൻ രാഘവൻ പറയുന്നു. പുണ്യാലിനാകട്ടെ അവിടെയുള്ളൊരു നാട്ടുകാരനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ 2 പ്രാവശ്യം ഇലക്ഷനിൽ ഞങ്ങൾ പൊട്ടി, ഈ പ്രാവശ്യം ഇലക്ഷന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ കോളേജ് മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കാൻ നാടൻ ബോംബ് വല്ലതും കിട്ടുമെന്ന്. ആദ്യ അയാൾ അവനെ വഴക്ക് പറഞ്ഞെങ്കിലും അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ സാധനം കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറയുന്നു. സിദ്ധു ആകട്ടെ കുറച്ച് വിഷമത്തിലായിരുന്നു. അച്ഛമ്മയുമായിട്ട് അവൻ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛമ്മയായിട്ട് അവൻ വഴക്കിട്ടിട്ടുമുണ്ട്. ലാസ്റ്റ് ഇവിടുന്ന് പോകുന്ന സമയത്തും അവൻ വഴക്കിട്ടിട്ടാണ് പോയത്. അച്ഛമ്മയുടെ അമിതമായിട്ടുള്ള ഈശ്വരവിശ്വാസമായിരുന്നു അവനും അച്ഛമ്മയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എന്താണെങ്കിലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടുകാരെ തൽക്കാലം കോളേജിലേക്ക് വിട്ടു. പുണ്യാലിനും കൂട്ടരും പോകുന്നതിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ആ ബോംബ് കൊടുക്കാന്ന് പറഞ്ഞ നാട്ടുകാരനും ഇവരുടെ കൂടെ ഇവരുടെ കോളേജിലേക്ക് പോകുന്നു. ഇവരുടെ ഹോസ്റ്റൽ റൂമിൽ തന്നെ താമസിച്ചുകൊണ്ട് അവരുടെ പലഹാരവും തിന്ന് അയാൾ അവിടെ തന്നെ കഴിയുകയായിരുന്നു. രുക്മിണിയുടെ മരണശേഷം അവർ എഴുതി വെച്ചിരുന്ന വിൽപത്രം എല്ലാം തന്നെ അവിടെ വായിക്കുന്നുണ്ട്. അതില് വീടും പറമ്പും ഉൾപ്പെടുന്ന നല്ലൊരു ശതമാനം പ്രോപ്പർട്ടിയും രാഘവന്റെ ഇളയ മകനും സിദ്ധുവിന്റെ അനിയനുമായ പയ്യന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. രമേശിന്റെ പേരില് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. കാരണം രമേശിനും മീനയ്ക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. സ്വത്തുക്കൾ കൂടുതലും രാഘവന്റെ കുടുംബത്തിന് കിട്ടിയത് കാരണം രമേശിന് കുറച്ച് പരിഭവം ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞതും സിദ്ധു തന്റെ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു. എല്ലാ തവണയും അവൻ കോളേജിലേക്ക് പോകുമ്പോൾ രുക്മിണിയായിരുന്നു അവന് കയ്യിൽ കാശ് കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം പതിവൊന്നും തെറ്റിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാധവൻ അവന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നു. അയാൾ സിദ്ധുവിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. രുക്മിണിയുടെ അവസാന ചടങ്ങുകളൊന്നും തന്നെ തനിക്ക് മര്യാദയ്ക്ക് നടത്താൻ പറ്റിയില്ല. പക്ഷെ അവളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് അവളുടെ ചിതാഭസ്മമെങ്കിലും നീ കാശിയിൽ കൊണ്ട് ഒഴുക്കണമെന്ന് പറയുന്നു. അച്ഛൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ സിദ്ധു അതിന് സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോഴെങ്ങും പോകാൻ പറ്റില്ല, ഇലക്ഷന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്നാണ് അവൻ പറയുന്നത്. ചിതാഭസ്മം മുഴുവനായിട്ട് അയാൾ കയ്യിലെടുത്ത് കൊടുത്തതും ഇത്രയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ചെറിയ ഏതെങ്കിലും കുപ്പിയിലാക്കി കുറച്ച് മാത്രം തരാൻ പറയുന്നു. വേറെ ബോട്ടിലൊന്നും കാണാത്ത കാരണം മാധവന്റെ മൂക്കിപ്പൊടി ഇട്ട് വെച്ചിരുന്ന ചെറിയ ഡപ്പയ്ക്കുള്ളിലായിരുന്നു കുറച്ച് ചിതാഭസ്മം സിദ്ധു എടുത്തിട്ട് കൊണ്ടുപോകുന്നത്. സിദ്ധു തിരിച്ച് ഹോസ്റ്റൽ റൂമിൽ എത്തിയതും തന്റെ നാട്ടുകാരനെ ഇവന്മാർ റൂമിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന കണ്ടിട്ട് സിദ്ധു പുണ്യാലിനുമായിട്ട് വഴക്കിടുന്നു. മര്യാദയ്ക്ക് ഇയാളെ ഇറക്കി വിട്ടോളണമെന്ന് പറയുന്നു. കാരണം നാട്ടിൽ തന്നെ ഇയാളെ കൊണ്ടുള്ള ശല്യം കാരണം നാട്ടുകാർ അവനെ എവിടുന്ന് ഓടിക്കാനിരുന്നതാ. അപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവനെ. സിദ്ധു അങ്ങനെ പറഞ്ഞത് കാരണം പുണ്യാളൻ ആ നാട്ടുകാരനോട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നു. വേറെ വഴിയില്ലാതെ അയാൾ തന്റെ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അതിനോടകം അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ പലഹാരം മുഴുവൻ അയാൾ തിന്നു തീർത്തിട്ടായിരുന്നു പോയത്. അത് കാരണം പുണ്യാലിന് ദേഷ്യം വരുന്നു. ഇവിടെ കഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സിദ്ധു നാട്ടിൽ നിന്ന് വന്നതല്ലേ, അവന്റെ ബാഗിൽ എന്തെങ്കിലും പലഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് പുണ്യാലൻ ബാഗ് മുഴുവൻ പരിശോധിക്കുന്നു. പക്ഷെ കിട്ടിയതാകട്ടെ മൂക്കിപ്പൊടിയുടെ
ടിന്നും. എന്നാൽ അതിനുള്ളിൽ ചിതാഭസ്മമാണെന്ന് പാവം പുണ്യാളൻ അറിയില്ലല്ലോ. ശംഖു അവനും കൂടി ചേർന്നിരുന്ന് നമുക്ക് മൂക്കിപ്പൊടി വലിക്കാമെന്ന് പറയുന്നു. മൂക്കിപ്പൊടി വലിക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു പുണ്യാളൻ ആ മൂക്കിപ്പൊടി സെറ്റാക്കി വെച്ചത്. എന്നിട്ട് സ്വന്തം മൂക്കിലേക്ക് അവനത് വലിച്ചു കയറ്റുന്നു. പെട്ടെന്ന് അവൻ തുമ്മുന്നു. ആ സമയം അവിടെ വല്ലാതെ കാറ്റടിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ശംഖുവിന് തോന്നാൻ തുടങ്ങി. അവനാകട്ടെ രാമ 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 എന്ന് പറയാൻ തുടങ്ങിയതും ഇവനിത് എന്ത് പറ്റിയെന്ന് കരുതിയിട്ട് ശംഖു അവനെ വിളിച്ചുണർത്തുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവന്റെ മൂക്കിൽ നിന്ന് ചെറുതായിട്ട് ചോര വരുന്നതായിട്ട്. ഇതെന്തോ കൂടിയ സാധനമാണ്, അതുകൊണ്ട് ഇനി ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ശംഖു ആ ടിന്നെടുത്ത് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. സിദ്ധു ഇലക്ഷന്റെ കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് റൂമിൽ നിന്നും അടിച്ചിറക്കി വിട്ട അവന്റെ നാട്ടുകാരനാകട്ടെ അവിടെയുള്ള ചെറിയ ചായക്കടയിൽ ജോലിക്ക് കയറിയിരിക്കുന്നുവെന്ന്. എന്നാൽ പുണ്യാളൻ അത്ര നോർമൽ ആയിരുന്നില്ല. അവനെല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്നത് പോലെ തോന്നി. തലയ്ക്കുള്ളിൽ ആരോ ഉള്ളതുപോലെ. ഇടയ്ക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരും. അവനാകട്ടെ മറ്റു കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഇലക്ഷന്റെ സമയത്ത് നമുക്കെതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ഫസ്റ്റേഴ്സ് ഉണ്ട്. അവരൊന്നും വോട്ട് ചെയ്യാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇലക്ഷന്റെ തലേന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ആ പാർട്ടിയിൽ അവർ പങ്കെടുക്കുമ്പോൾ അവരുടെ ഡ്രിങ്ക്സിൽ ചെറിയ രീതിയിൽ കുറച്ച് ബാങ്ക് നമുക്ക് കലക്കി കൊടുക്കാം. എല്ലാ എണ്ണത്തിനും തലയ്ക്ക് പിടിച്ച് ഉറക്കമായിരിക്കും. രാവിലെ അവരാരും വോട്ട് ചെയ്യാൻ വരില്ല. അപ്പൊ നമ്മുടെ എതിർ പാർട്ടിക്ക് കുറച്ച് വോട്ട് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്ത പ്രകാരം ഇവര് രാത്രിയാകട്ടെ ആ പാർട്ടി നടക്കുന്നിടത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ കാര്യമായിട്ട് പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിൽ പോയിട്ട് ബാങ്ക് ഡ്രിങ്ക്സിൽ കലക്കി കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇവരുടെ പാർട്ടിയിലുള്ള ഒരു പയ്യനെ പോയി കാണണമായിരുന്നു. അങ്ങനെ ആ പയ്യന്റെ റൂമിലേക്ക് ഇവർ ചെല്ലുമ്പോൾ ആ പയ്യനും കൂട്ടുകാരും ചേർന്നിട്ട് അവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ്. പുണ്യാളൻ ആ പയ്യനോട് പറയുന്നുണ്ട്, പ്ലാൻ ചെയ്ത പ്രകാരം നീ ഇത് അവന്മാരുടെ ഡ്രിങ്ക്സിൽ കലക്കി കൊടുക്കണമെന്ന്. ശംഖു അവന്മാരെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഈ ഓജോ ബോർഡൊക്കെ വെറുതെയാണ്, ഇതിലൊന്നും പ്രേതം വരില്ല എന്ന്. പക്ഷെ പുണ്യാളൻ അതിന്റെ അടുത്തേക്ക് വന്നതും ആ ഓജോ ബോർഡിലെ ഗ്ലാസ് അനങ്ങാൻ തുടങ്ങി. ആത്മാവിന്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചുമ്മാ കളിപ്പേരി സാധനമാണെന്ന് പറഞ്ഞിട്ട് ശംഖു അത് ചവിട്ടി തെറിപ്പിക്കുന്നു. പിറ്റേന്ന് ഇലക്ഷന് മുൻപുള്ള പ്രസംഗം നടക്കുകയായിരുന്നു. എതിർ പാർട്ടിയിലെ പെൺകുട്ടിയാകട്ടെ നല്ല രീതിയിലാണ് പ്രസംഗിച്ചത്. അതുപോലൊക്കെ സിദ്ധുവിന് പറ്റുമെന്ന് എല്ലാവർക്കും ഡൗട്ടായിരുന്നു. സിദ്ധു രണ്ടും കൽപ്പിച്ച് ധൈര്യത്തോടെ പോയി നിൽക്കുന്നു. എന്നാൽ അവന് വാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് പുണ്യാളൻ വന്നു നിൽക്കുകയും അവൻ ഭാഗവതത്തിലെയും മഹാഭാരതത്തിലെയും ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു സിദ്ധുവും കൂട്ടരും. എതിർ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും അവന്റെ പ്രസംഗത്തിന് കൈയടിച്ചു പോയി. അത്രയ്ക്ക് നന്നായിട്ടായിരുന്നു അവൻ ശ്ലോകങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈശ്വരവിശ്വാസികളല്ലാത്ത ഇവരൊക്കെ ഇത്ര നന്നായിട്ട് എങ്ങനെ പ്രസംഗിക്കുന്നു എന്തായിരുന്നു എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ താൻ പ്രസംഗിച്ച വീഡിയോ പുണ്യാളൻ തന്നെ കണ്ടപ്പോൾ താൻ ഇതൊക്കെ എപ്പോ പറഞ്ഞു എന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. അവന്റെ ശരീരത്തിലേക്ക് ആത്മാവിന്റെ പ്രസൻസ് വരുമ്പോഴായിരുന്നു ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. മാധവനാകട്ടെ ഇടയ്ക്കിടയ്ക്ക് സിദ്ധുവിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് രുക്മിണിയുടെ ചിതാഭസ്മം കാശിയിൽ കൊണ്ട് ഒഴുക്കുന്നതിനെ പറ്റി. സമയം കിട്ടുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യും. അന്ന് രാത്രി അവന്റെ സ്വപ്നത്തില് അവന്റെ അച്ഛമ്മ വന്ന് അവനെ സ്ഥിരം വിളിക്കാറുള്ള കണ്ണാന്നുള്ള വിളി വിളിക്കുന്നു. അവൻ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റ് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കണ്ണാടിയിൽ അവൻ ആ രൂപം ശ്രദ്ധിക്കുന്നത്. തന്റെ അച്ഛമ്മ ബെഡിലിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയതും ആ സ്ഥാനത്ത് പുണ്യാളനാണ് ഇരിക്കുന്നത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവന്റെ ബോധം പോയി. വാർഡൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ കൂടിക്കൂടി. അവനെന്തോ കൂടിയ സാധനം അടിച്ചിട്ട് ബോധം പോയതാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരു വിധത്തില് വാർഡൻ അവരെ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അച്ഛമ്മയുടെ ചിതാഭസ്മം താൻ കയ്യിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് കരുതിയിട്ട് അവൻ ബാഗിൽ ആ ചിതാഭസ്മം തിരയുന്നു. അത് കാണാത്തപ്പോൾ കൂട്ടുകാരോട് ചോദിക്കുന്നു, എന്റെ ബാഗിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മൂക്കിപ്പൊടി ടിന്ന് മാത്രമേ കിട്ടിയത്, ആ മൂക്കുപ്പൊടി ഇവനെടുത്ത് വലിക്കുകയും ചെയ്തു എന്ന്. ദേഷ്യം വന്ന് സിദ്ധു ആകട്ടെ അവരോട് പറയുന്നുണ്ട്, അത് മൂക്കിപ്പൊടിയൊന്നുമല്ല, അച്ഛമ്മയുടെ ചിതാഭസ്മമാണെന്ന്. അത് കേട്ട് ശംഖു ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ആ സമയം പുണ്യാളനാകട്ടെ ചിരിക്കുന്നുണ്ട്, അവന്റെ അച്ഛമ്മ ചിരിക്കുന്നത് പോലെ. കണ്ണാടിയിലേക്ക് അവർ നോക്കുമ്പോൾ കാണുന്നത് അച്ഛമ്മയുടെ രൂപമായിരുന്നു. ചിതാഭസ്മം വലിച്ച അവന്റെ ശരീരത്തില് അച്ഛമ്മയുടെ ആത്മാവ് കയറിയെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ശംഖുവിനും ആ രൂപം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പേടിച്ച് താഴേക്ക് വീണതും അവന്റെ അച്ഛമ്മ സംസാരിക്കുന്ന പോലെ പുണ്യാളൻ സംസാരിക്കുന്നുണ്ട്. എന്തിനാ മക്കളെ എന്നെ കണ്ടിട്ട് പേടിക്കുന്നതെന്ന് ചോദിച്ച്. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് പോവുകയും ചെയ്യുന്നു. ആത്മാവ് വരുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നതെന്ന് പുണ്യാളിന് മനസ്സിലാകില്ലായിരുന്നു. നീയൊക്കെ എന്തിനാടാ എന്നെ കണ്ട് പേടിക്കുന്നതെന്നാണ് പുണ്യാളൻ സിദ്ധുവിനോട് ശംഖുവിനോട് ചോദിക്കുന്നത്. അന്ന് രാത്രി എങ്ങനെയൊക്കെ അവർ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കുണർന്നതും അവരുടെ റൂം കണ്ട് അവരെ തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുന്നു. അവിടെ എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. രാവിലെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നു. ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ അടിക്കാൻ വെച്ചിരുന്ന മദ്യക്കുപ്പിയും കാണുന്നില്ല. എല്ലാം പുണ്യാളിന്റെ ശരീരത്തിൽ കയറിയ അച്ഛമ്മയുടെ ആത്മാവിന്റെ പണിയാണെന്ന് അവർക്ക് മനസ്സിലായി. അവനെ തിരക്കി കോറിഡോറിലേക്ക് ഇറങ്ങിയതും അവർ കാണുന്നത് അച്ഛമ്മ കുളി കഴിഞ്ഞ് വരുന്നത് പോലെ പുണ്യാളൻ കുളി കഴിഞ്ഞ് വരുന്നതാണ്. ഇവനെ ഈ രൂപത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവർ അവനെ റൂമിനകത്തേക്ക് കയറ്റി. ഈ ആത്മാവിനെ ഒഴിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ. മന്ത്രവാദികളെ പറ്റിയും എക്സോസിസ്റ്റുകളെ പറ്റിയും ഒക്കെ തന്നെ അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നിരിക്കുന്ന പുണ്യാളനാകട്ടെ ബുക്കിൽ നിറയെ ഓം നമ ശിവായ എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. രാവിലെ എഴുന്നേറ്റ് അവൻ വലിയ പൊട്ടൊക്കെ തൊട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവന്റെ ആ രൂപം തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ശശി ആകട്ടെ ജനലിലൂടെ കാണുന്നു. ഇവനെ വേറെ രീതിയിൽ ശശി തെറ്റിദ്ധരിക്കുന്നു. ശശി ഇവനെ കണ്ടെന്ന് മനസ്സിലാക്കിയതും പെട്ടെന്ന് സിദ്ധു ശംഖുവും ചേർന്നിട്ട് അവിടുത്തെ ജനലുകളും അടച്ചു. അവരുടെ ഹോസ്റ്റലില് ബ്രാഹ്മണനായിട്ടൊരാളുണ്ടായിരുന്നു. പട്ടരെന്നാണ് എല്ലാവരും അവനെ വിളിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഈശ്വരവിശ്വാസം കൂടുതലുള്ളത് അവനാണ്. പുണ്യാളിന്റെ ശരീരത്തിൽ കയറിയ അച്ഛമ്മയുടെ ആത്മാവ് അവിടെയെല്ലാം മുറുക്കി തുപ്പുന്നുണ്ട്.
എന്നാൽ ഇത് പട്ടര ചെയ്തതായിരിക്കും എന്ന് കരുതിയിട്ട് വാർഡനാകട്ടെ അവനെ കൊണ്ടാണ് ആ മുറുക്കി തുപ്പിയ കറയെല്ലാം തന്നെ തുടച്ച് കളയിക്കുന്നത്. അച്ചമ്മയുടെ ആത്മാവ് എപ്പോ വരും പോകുന്നൊന്നും പറയാൻ പറ്റില്ല. തുമ്മുന്ന സമയത്താണ് അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് കയറുന്നത്. അത് കാരണം വേദികയുടെ കൂടെയുള്ള സമയത്തെങ്ങാനും ആത്മാവ് വരുമോ എന്ന് സിദ്ധുവിനും ശംഖുവിനും പേടിയുണ്ടായിരുന്നു. പരമാവധി വേദികയിൽ നിന്നും പുണ്യാലിനെ അവർ അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ സിദ്ധുവിന്റെ പാർട്ടിയാണ് ജയിച്ചത്. എല്ലാവരും വലിയ ആഘോഷത്തിലായിരുന്നു. അതിനിടയ്ക്ക് ശശി വന്ന വേദികയോട് പറയുന്നുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ട് പുണ്യാളൻ ഒരു ഗേ ആണെന്ന്. അത് തെളിയിക്കുന്ന പല സാഹചര്യങ്ങളിലും ഞാൻ അവനെ കണ്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവനിപ്പോൾ നിന്നോട് കൂടുതൽ അടുക്കാത്തതെന്ന് ശശി പറയുന്നു. ഇതോടെ വേദികയ്ക്കും ആകെ കൺഫ്യൂഷനായി. ഇലക്ഷനിൽ ജയിച്ച സിദ്ധുവിനെയും കൂടെയുള്ള ശംഖുവിനെയും എല്ലാം തന്നെ പുണ്യാളൻ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും കൂടി ചെയ്യുന്നത് കണ്ടതോടുകൂടി വേദികയ്ക്കും ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി. ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് അവളാകട്ടെ പുണ്യാളിനോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി വീട്ടില് അച്ഛനും അമ്മയില്ല, നീ വരണമെന്ന്. അവൻ കുറച്ച് നാണത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നു. ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്നായിരുന്നു വേദികയും ചിന്തിക്കുന്നത്. വേദിക ഈ പറയുന്ന കാര്യങ്ങൾ ശശിയും കേൾക്കുന്നുണ്ട്, പുണ്യാളിന്റെ ഫ്രണ്ട്സ് സിദ്ധുവും ശംഖുവും കേൾക്കുന്നുണ്ട്. വേദികയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ആത്മാവ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നും വേദികയുടെയും പുണ്യാളിന്റെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുമെന്നും സിദ്ധുവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് സിദ്ധു ആകട്ടെ പുണ്യാളിനോട് പറയുന്നുണ്ട്, നീ അവളുടെ വീട്ടിലേക്ക് പോകണ്ട എന്ന്. എന്നാൽ പുണ്യാളിന് അറിയില്ലല്ലോ അവന്റെ ശരീരത്തിൽ എപ്പോഴാണ് ആത്മാവ് വരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും അവളുടെ വീട്ടിലേക്ക് അവളെ കാണാൻ പോവുക, അല്ലെങ്കിൽ അവൾ എന്നോട് പിണങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേദികയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് അവൻ അറിയാതെ സിദ്ധുവും ശംഖുവും അവനെ ഫോളോ ചെയ്ത് വേദികയുടെ വീടിന്റെ പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ പുണ്യാളൻ വേദികയെ അവളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് കാണുന്നു ശശിയുടെ മനസ്സിൽ കിടക്കുന്ന കാരണം ദേഷ്യം വന്നിട്ട് അവനാകട്ടെ വേദികയുടെ വീട്ടുകാരെ വിളിച്ചിട്ട്, നിങ്ങളുടെ മകൾ ഒറ്റയ്ക്കുള്ള സമയത്ത് ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ആകെ ടെൻഷനായിട്ട് വേദികയുടെ അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വേദികയാകട്ടെ പുണ്യാളിന്റെ കൂടെ ഒരു റൊമാൻറ്റിക് മൊമെന്റിലേക്ക് കടക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവൻ തുമ്മുകയും അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് കയറുകയും ചെയ്യുന്നു. അച്ഛമ്മയുടെ ആത്മാവാകട്ടെ വേദികയെ കണ്ടതും അവളെ കുറെ വഴക്ക് പറയുന്നു. നീ എന്ത് ഡ്രസ്സാടി ഇട്ടിരിക്കുന്നത്? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ആരെങ്കിലും വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കണ്ട ചെറുക്കന്മാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമെന്നൊക്കെ ചോദിച്ച് അവളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഇവനിതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചിന്തിച്ചിരിക്കുകയായിരുന്നു വേദിക. ശശി പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവൻ ശരിക്കും ഗേ ആയിരിക്കും. അങ്ങനെ പല ചിന്തകൾ വേദികയുടെ മനസ്സിലേക്ക് വരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വേദികയുടെ വീട്ടുകാര് തിരിച്ച് ഗേറ്റ് കടന്നു വരുന്നത്. ഇത് കണ്ടതും അവൾ ആകെ ടെൻഷനായി. അച്ഛനും അമ്മയും വരുന്നുണ്ട്. നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നു പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയതും അവനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവനിതെവിടെ പോയി എന്ന് വിചാരിച്ച് അവൾ താഴേക്ക് ടെൻഷനായിട്ട് ഓടി വരികയായിരുന്നു. പക്ഷെ വീട്ടുകാർ വന്ന് കോളിംഗ് ബെല്ലടിച്ചതും വാതിൽ തുറക്കുന്നതാകട്ടെ നമ്മുടെ പുണ്യാളിനും. അവൻ ദേഷ്യത്തിൽ വന്ന് വേദികയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ പെമ്മക്കളെ വളർത്തുന്നതെന്ന്. ഉള്ളിലുള്ള ആത്മാവാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പുറത്തുനിന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശംഖുവിനും സിദ്ധുവിനും മനസ്സിലായി. അവർ അവന്റെ അടുത്ത് ഓടി വരുന്നു. ഇവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു കരുതിയിട്ട് വേദിക ഓടി വന്ന് സിദ്ധുവിന്റെ തലയിൽ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ അവന്റെ ബോധം പോയി. ഒരു വിധത്തിലാണ് അവിടെ നിന്ന് പ്രശ്നമൊക്കെ സോൾവ് ആക്കി പുണ്യാളിനെ കൊണ്ട് അവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. അവന്റെ ശരീരത്തിൽ കയറുന്ന ആത്മാവിനെ പറ്റിയും അവന് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ തന്നെ അവർ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആത്മാവിനെ എങ്ങനെ ഇവന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നായിരുന്നു അവൻ എല്ലാവരോടും ചോദിക്കുന്നത്. നീ പറഞ്ഞു കഴിഞ്ഞാൽ പോകില്ലെന്ന് സിദ്ധുവിനോട് ചോദിക്കുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അച്ഛമ്മയും ഞാനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല എന്ന്. തുമ്മുമ്പോഴാ ആത്മാവ് വരുന്നതെന്ന് കൂട്ടുകാർ പറഞ്ഞതും അവൻ സ്വയം തുമ്മാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് തുമ്മാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വരില്ല. ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള ഒരു മാർഗവും കിട്ടാത്ത കാരണം അവർ ആ പട്ടരുടെ റൂമിലെത്തി അവനോട് സംസാരിക്കുന്നു. ആത്മാവ് പുണ്യാളിന്റെ ദേഹത്താണെന്നും പറഞ്ഞില്ല, ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, മരണത്തിന് ശേഷമുള്ള ചടങ്ങുകൾ ചെയ്യാത്തത് കാരണമാണ് ആത്മാക്കള് ഈ ലോകം വിട്ടു പോകാത്തതെന്ന്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരങ്ങ് പൊയ്ക്കൊള്ളും. ഇവിടെ ബീച്ചിനടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഇതുപോലെ ബലിയിടൽ ചടങ്ങുകളൊക്കെ നടക്കുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാമെന്ന് ഇവർ കരുതുന്നു. പുണ്യാളിനെ പുറത്തു നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും അമ്പലത്തിനുള്ളിലേക്ക് കയറി കാര്യങ്ങൾ ചോദിക്കാൻ പോയതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ബഹളവും ആൾക്കൂട്ടവും ഒക്കെ കണ്ടിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് പുണ്യാളിന്റെ ശരീരത്തിൽ അച്ചമ്മയുടെ ആത്മാവ് വീണ്ടും കയറിയെന്ന്. ബീച്ചിൽ പരസ്യമായിട്ട് ചുംബിച്ചുകൊണ്ടിരുന്ന ഒരു ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും ഈ അച്ചമ്മയുടെ ആത്മാവ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പബ്ലിക്കായിട്ട് എന്താ ഈ കാണിക്കുന്നു ചോദിച്ചിട്ട്. നീ സദാചാരം ചമയാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇവനോട് വഴക്കിടുന്നുണ്ട്. ഇവന്റെ ശരീരത്തിൽ ആത്മാവ് കയറിയിട്ടാ സംസാരിക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ. അവർ വിചാരിച്ചത് ഇവൻ വെറുതെ ശല്യം ഉണ്ടാക്കാൻ വരികയാണെന്നാണ്. കാരണം ആ പെൺകുട്ടി ഇവന്റെ ഫേസ് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവ് പോകുന്നുണ്ട്. അമ്മാവന്മാരെ പോലെ സദാചാരം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ യുവാക്കളും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പുണ്യാളിനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ സിദ്ധുവും ശംഖുവും ശ്രമിച്ചെങ്കിലും അവരുടെ ഫേസും ആ പെൺകുട്ടി വീഡിയോയിൽ കാണിക്കുന്നു. ഇത് വലിയ ഇഷ്യൂ ആയി മാറി. അച്ചമ്മയുടെ ആത്മാവാകട്ടെ ദേഷ്യത്തിൽ ആ പെൺകുട്ടിയെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട്. സംഭവം സീരിയസ് ആയെന്ന് മനസ്സിലായതോടുകൂടി സിദ്ധുവും ശംഖുവും ചേർന്ന് പുണ്യാളിനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ ലൈവ് വൈറലാവുകയും എല്ലാ ചാനലുകാരും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആ പെൺകുട്ടി കേസ് കൊടുത്ത കാരണം ഇവരെ തേടി ഹോസ്റ്റലിൽ പോലീസുകാരും വന്നു. പക്ഷെ അവിടുത്തെ വാർഡനോട് ഇവർ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം സേഫ് ആയിട്ട് ആ വാർഡന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അയാൾക്ക് വിശ്വാസം തോന്നുന്നില്ല. കാരണം ആത്മാവെന്നൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. തൽക്കാലം സിദ്ധുവിന്റെ വീട്ടിൽ കാര്യം അറിയിച്ചു. സിദ്ധുവിന്റെ കൊച്ചൻ രമേശൻ അവിടേക്ക് വരുന്നു. അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്
കേട്ടപ്പോൾ ഇവന്മാര് പറയുന്നത് ശരിയാണെന്ന് അയാൾക്കും തോന്നി. കർമ്മങ്ങൾ ചെയ്യാത്തത് കാരണമായിരിക്കാം അമ്മയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ തന്നെ കറങ്ങുന്നത്. താനൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് കരുതിയിട്ട് രമേശൻ പുണ്യാളിനോട് സംസാരിക്കാൻ ചെല്ലുന്നു. ആ സമയം ഉള്ളിൽ ആത്മാവുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അമ്മ എന്നോട് ചെയ്തത് തെറ്റായി പോയി. എല്ലാ സ്വത്തുക്കളും ചേട്ടന്റെ പേരിൽ മാത്രം എഴുതി വെച്ചത് എന്താ, എനിക്ക് കിട്ടിയ പ്രോപ്പർട്ടി വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പരിഭവം പറയുമ്പോൾ ദേഷ്യത്തിൽ ആ ആത്മാവ് ഈ പ്രാവശ്യം റിയൽ ആയിട്ടുള്ള രുക്മിണിയുടെ സൗണ്ടിൽ തന്നെയായിരുന്നു സംസാരിക്കുന്നത്. എന്റെ അലമാരയിൽ വെച്ചിരിക്കുന്ന കാശൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട്. അതോടെ രമേശിനുറപ്പായി ഉള്ളിലുള്ളത് തന്റെ അമ്മയുടെ ആത്മാവ് തന്നെയാണെന്ന്. പുണ്യാളൻ പുറത്തേക്കിറങ്ങി വന്ന് എല്ലാവരോടും അച്ചമ്മയുടെ വോയിസിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളാരും എന്നെ കണ്ട് പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ഞാനായിട്ട് ചെയ്തു തീർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. അതുവരെ എന്തായാലും ഞാൻ പോകില്ല. അച്ചമ്മയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്നാണ് അവർ പറയുന്നത്. എല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു. എന്താണെങ്കിലും തൽക്കാലം വാർഡൻ രമേശിനോട് പറയുന്നുണ്ട് ഇവന്മാരെ പോലീസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഇവന്മാർക്ക് റെഡിയാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ രമേശൻ പാർട്ടിയിലുള്ള ചില ആൾക്കാരെയൊക്കെ കണ്ട് ഒരു അഡ്വക്കേറ്റിനെ സെറ്റാക്കി ഇവർക്ക് മുൻകൂർ ജാമ്യം എടുത്തു കൊടുക്കുന്നു. ഇവന്മാരുടെ പ്രശ്നം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായത് കാരണം ഓൾറെഡി ശശിയും കൂട്ടരും ഇവരുടെ റൂമിൽ കയറി റൂം മുഴുവൻ തല്ലി തകർത്തിട്ടുണ്ടായിരുന്നു. പുറമെ വലിയ പാർട്ടിക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇവന്മാരെല്ലാം സദാചാരക്കാരാണെന്ന് പറഞ്ഞിട്ടായിരുന്നു റൂമിലെ സാധനങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ചുവരിൽ തൂക്കിയിരുന്ന ഒരു ബോർഡ് എടുത്ത് മാറ്റുമ്പോൾ അതിന്റെ ബാക്കിലായിട്ട് ദൈവത്തിന്റെ ഫോട്ടോ കണ്ടതും ഇവരെല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ദൈവവിശ്വാസികളല്ലാന്ന് പറഞ്ഞിട്ട് ഇവന്മാരെന്താ ഈ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ചിന്തിച്ച്. എന്നാൽ അതല്ല അച്ചമ്മയുടെ പണിയാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ പുണ്യാളിന്റെ അടുത്തേക്ക് വേദിക വരുന്നുണ്ട്. എന്താ നടക്കുന്നതെന്ന് നീ പറഞ്ഞെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാകില്ല എന്ന്. എന്നാൽ സിദ്ധു അവളോട് പറയുന്നുണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന്. അവളോട് അവർ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അവൾക്കും അത്ര വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് റഷ്യയിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്ന പ്രേതബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അയച്ച മെയിലിന് റിപ്ലൈയും വന്നു. എന്നാ പിന്നെ അയാളെ പോയി ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വേദികയും കൂട്ടി അവർ അവിടേക്ക് പോകുന്നു. ആ എക്സോസിസ്റ്റിന്റെ പേര് സ്റ്റാനിസ്ലാവ്സ്കി എന്നായിരുന്നു. തൽക്കാലം നമുക്ക് അയാളെ സ്റ്റാനി എന്ന് വിളിക്കാം. ഒരുപാട് ആത്മാക്കളെയൊക്കെ ഒഴിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അയാൾ ഒഴിപ്പിച്ച പല ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും അവിടെ ഒരു ഷെൽഫിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആ ഷെൽഫിന് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ശക്തി ഉണ്ടാകുമെന്നും അതൊക്കെ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. അച്ചമ്മയുടെ ആത്മാവാണ് ഇവന്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ വയസ്സായ ആൾക്കാരിലെ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നായിരുന്നു അയാൾ പറയുന്നത്. ആത്മാവിനെ അവന്റെ ശരീരത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അയാൾ അവനെ പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ കാണിക്കുകയും ആ ആത്മാവ് പെട്ടെന്ന് അവന്റെ ശരീരത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. സ്റ്റാനി ആ ആത്മാവിനോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തിനാ ഇവിടെ തന്നെ തുടരുന്നെന്ന് ചോദിച്ചപ്പോൾ അച്ചമ്മയുടെ ആത്മാവ് പറയുന്നുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം തീർത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചതും അവര് പറയുന്നുണ്ട് മാധവനം കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. അയാളെ കൊല്ലാനായിരുന്നു ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. സ്വന്തം ഹസ്ബൻഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തിനാണ് അച്ചമ്മ ആഗ്രഹിക്കുന്നതായിരുന്നു അവന്റെ ഡൗട്ട്. ഒരു സൗണ്ട് ഉണ്ടാക്കി എന്തായാലും തൽക്കാലം സ്റ്റാനി ആ ആത്മാവിനെ പുണ്യാളിന്റെ ശരീരത്തിൽ നിന്നും പറഞ്ഞു വിട്ടു. എപ്പോ വേണമെങ്കിലും ആത്മാവ് തിരിച്ചു വരും. ഈ ആത്മാവിനെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കണമെങ്കിൽ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വേണം. അത് വെച്ചിട്ട് എക്സോസിസം ചെയ്യാൻ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അച്ചമ്മയുടെ മുടിയോ നഖോ ഒന്നും തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. ചിതാഭസ്മം മാത്രമേ ബാക്കിയുള്ളൂ. ഉണ്ടായിരുന്ന ചിതാഭസ്മം മൂക്കിപ്പടിയുടെ ടിന്നിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതാകട്ടെ ശംഖു എടുത്ത് കളയുകയും ചെയ്തു. അത് കുഴപ്പമില്ല, വീട്ടില് ഒരു കുടനിറയെ ചിതാഭസ്മം ഇനിയും ബാക്കിയിരിപ്പുണ്ട്, അത് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് സിദ്ധു പറയുന്നു. അച്ചമ്മ മരിച്ച് 41 തികയുന്നതിന് മുമ്പ് എക്സോസിസം ചെയ്തെങ്കിലേ പറ്റൂ. കണക്കുകൂട്ടി നോക്കിയപ്പോൾ നാളെയാണ് 41 തികയുന്നത്. നാളേക്കുള്ളിൽ ഈ എക്സോസിസം ചെയ്തില്ലെങ്കിൽ ഈ ആത്മാവ് ഇവിടെയൊന്നും പോകില്ല. ഇത് പുണ്യാളിന്റെ ശരീരത്തിൽ തന്നെ കുടിയിരിക്കും. അവൻ പതിയെ കോമയിലേക്ക് പോകും. ചുറ്റുമുള്ള പല ആത്മാക്കളെ ഉണർത്താൻ നിന്റെ അച്ചമ്മയുടെ ആത്മാവിന് സാധിക്കും. എന്താണെങ്കിലും നാളെ തന്നെ എക്സോസിസം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അവിടെ കുറച്ച് സ്പ്രേസ് ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ട് ശംഖു ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന്. അത് ആത്മാവിനെ തൽക്കാലം കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഇതൊരു സ്പ്രേ ആണെന്നാണ് സ്റ്റാനി പറയുന്നത്. കണ്ണൂരുള്ള തന്റെ വീട്ടിൽ പോയി ആ ചിതാഭസ്മം എടുക്കാൻ വേണ്ടിയിട്ട് സിദ്ധു പോകാൻ തുടങ്ങിയതും ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളും കൂടെ വരുന്നുണ്ടെന്ന്. എന്നാൽ പുണ്യാളിനെയും കൂടെ കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്ന് സിദ്ധുവിന് തോന്നി. കാരണം അച്ചമ്മയുടെ ആത്മാവിനെ അച്ചച്ചുള്ളിടത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ചമ്മ ചിലപ്പോൾ കൊന്നാലോ. എന്നാൽ പുണ്യാളം പറയുന്നുണ്ട് ആത്മാവിന് എന്റെ ശരീരം തന്നെ വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും ആത്മാവിന് നിന്റെ അച്ഛനെ കൊല്ലാം. അതുകൊണ്ട് ഞാൻ വന്നു കരുതിയിട്ട് നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. എന്താണെങ്കിലും തൽക്കാലം ഫ്രണ്ട്സിനെയും പുണ്യാളിനെയും എല്ലാം കൂട്ടി അവൻ കണ്ണൂരേക്ക് എത്തി. പുണ്യാളിനെ വണ്ടിയിലിരുത്തിയിട്ട് ഇത് തന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ ചെല്ലുന്നു. രമേശനാകട്ടെ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷി മണ്ഡപം തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കാറിലിരുന്ന പുണ്യാളൻ പതിയെ ഉണർന്നു നോക്കുമ്പോ കാണുന്നത് മാധവൻ പുള്ളിയുള്ള ഷർട്ടും ഷോർട്സും ഒക്കെ ഇട്ടിട്ട് അയൽവക്കത്തുള്ള സ്ത്രീയുമായിട്ട് സംസാരിച്ച് ചിരിച്ചു നിൽക്കുന്നതായിരുന്നു. പുണ്യാളിന്റെ ഉള്ളിലുള്ള രുക്മിണിയുടെ ആത്മാവ് ഉണർന്നു. ആ ആത്മാവ് ദേഷ്യത്തില് അയൽവക്കത്തെ സ്ത്രീയെ അടിക്കാൻ ഓടിക്കുന്നു. ബഹളം കേട്ടാണ് സിദ്ധുവും കൂട്ടരും അവിടേക്ക് ഓടിച്ചെല്ലുന്നത്. ഒരു വിധത്തിലാണ് അച്ചമ്മയുടെ ആത്മാവിനെ അവർ അടക്കി നിർത്തുന്നത്. തന്റെ അച്ഛന്റെ വേഷമൊക്കെ കണ്ടിട്ട് സിദ്ധു അയാളെ വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നു. ആ സമയം ഇവരുടെ എല്ലാം പിടിവിട്ടുകൊണ്ട് രുക്മിണിയുടെ ആത്മാവ് അയാളോട് പറയുന്നുണ്ട് എടോ മാധവ, ഞാൻ പോകാൻ വേണ്ടിയിട്ട് താൻ നോക്കിയിരിക്കുകയായിരുന്നല്ലേ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. മരിച്ചുപോയ ഭാര്യയുടെ സൗണ്ട് കേട്ടതും മാധവന്റെ ബോധം പോയി.
പോയി. ബോധം തിരിച്ചു കിട്ടിയപ്പോഴേക്കും അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛമ്മ അച്ഛനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്ന് സിദ്ധു വീട്ടുകാരോട് പറയുന്നു. മാധവൻ ഇത് കേട്ട് ആകെ ടെൻഷനിലായി. ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം പുണ്യാളിനെ ഒരു തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ചിതാഭസ്മം കിട്ടി ആ എക്സോസിസം ചെയ്തെങ്കിൽ മാത്രമേ അച്ഛമ്മയുടെ ആത്മാവ് പോകൂവെന്ന് സിദ്ധു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രമേശൻ പറയുന്നുണ്ട് ചിതാഭസ്മം ഇവിടെ ഇല്ലാന്ന്. കാരണം ആ ചിതാഭസ്മം താഴെ വിതറിയിട്ടാണ് അതിന്റെ മുകളിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രമേശൻ ആ മണ്ഡപം കെട്ടിയത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചവർ നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് രാഘവന്റെ ഇളയ മകനാകട്ടെ പുണ്യാളം കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോ അവന്റെ കയ്യിൽ കെട്ടഴിച്ചതും തുമ്മിയതും ഒരുമിച്ചായിരുന്നു. രുക്മിണിയുടെ ആത്മാവ് പുണ്യാളിന്റെ ശരീരത്തിൽ കയറി മാധവനെ കൊല്ലാൻ ഓടിക്കുന്നു. മാധവൻ ഒരു വിധത്തില് റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് രുക്മിണിയുടെ ആത്മാവ് ബഹളം ഉണ്ടാക്കിയായിരുന്നു. നീ മരിച്ചിട്ട് എനിക്ക് സ്വസ്ഥത തരാത്തത് എന്താണെന്ന് ചോദിച്ച് അയാൾ തിരിച്ച് അവരോട് വഴക്കിട്ടപ്പോൾ അവര് പറയുന്നുണ്ട് ഞാൻ മരിച്ചതാണോ അതോ താൻ കൊന്നതാണോ എന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് മാധവനെ നോക്കിയായിരുന്നു. ശരിക്കും അച്ചമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്. മാധവൻ എല്ലാവരോടും കാര്യം പറയുന്നു. അയാൾ മനഃപൂർവ്വം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തിനും ഏതിനും മാധവന്റെ അടുത്ത് രുക്മിണി വഴക്കുണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്തതിന്റെ പേരില്. ഒരു ദിവസം രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നതാ. പക്ഷെ പെട്ടെന്ന് ആഹാരം ഇവരുടെ തൊണ്ടയിൽ കുടുങ്ങി. മാധവൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളെ വിളിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഗ്ലാസുകൾ ഇവർ തട്ടിയിട്ടു. തലയിൽ വല്ലാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന രുക്മിണിയെ കണ്ടതും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയല്ലോ എന്ന് കരുതിയിട്ട് മാധവൻ രുക്മിണിയുടെ തലയ്ക്ക് നല്ല രീതിയിൽ ഒരു അടി കൊടുക്കുന്നു. ആ ഒരു ഒറ്റടിയില് അവരുടെ കാര്യത്തിൽ തീരുമാനമായി. മനഃപൂർവ്വം താനൊന്നും ചെയ്തതല്ല, അറിയാതെയാണ് കുറച്ച് ശക്തി കൂട്ടി അടിച്ചുപോയത്. രുക്മിണി മരിക്കുമെന്നും മാധവൻ കരുതിയില്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ തന്നെയും കൊണ്ടേ പോകുമെന്ന് ആ ആത്മാവ് ബഹളം വെക്കുകയായിരുന്നു. ദേഷ്യം വന്ന ജനലിലൂടെ മാധവനാകട്ടെ അവിടെ ഇരുന്ന പല സാധനങ്ങളും എടുത്ത് പുണ്യാളിന്റെ നേരെ അറിയുന്നു. ആ കൂട്ടത്തില് അയാളുടെ മൂക്കിപ്പൊടി ഇരുന്ന ഒരു ചെറിയ ടിന്നു കൂടി ഉണ്ടായിരുന്നു. ആ ടിന്ന് നേരെ വന്ന് വീഴുന്നത് ശംഖുവിന്റെ അടുത്തും. അപ്പോഴാണ് ശംഖുവിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇതുപോലൊരു മൂക്കിപ്പൊടി ടിന്നിലായിരുന്നല്ലോ സിദ്ധു ആദ്യം ചിതാഭസ്മം കൊണ്ടുവന്നത്. അന്ന് പുണ്യാളിനിത് വലിച്ചിട്ട് മൂക്കിന് ചോരയൊക്കെ വന്നത് കാരണം ശംഖു ജനലിലൂടെ പുറത്തേക്കെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അത് ആ കാട്ടിലെവിടെയെങ്കിലും കാണും. അങ്ങനെയാണെങ്കിൽ ആ ചിതാഭസ്മത്തിന് കുറച്ച് അംശം കിട്ടിയാൽ മതിയല്ലോ എക്സോസിസം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു മൂക്കിപ്പൊടി ടിന്ന് കാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തിയാൽ മതി. അത് കാരണം തൽക്കാലം മാധവന്റെ ആ മൂക്കിപ്പൊടി ടിന്ന് ശംഖു കയ്യിൽ വെക്കുന്നു. ഇവിടെ അപ്പോഴും പുണ്യാളൻ മാധവനെ പിടിക്കാനുള്ള ബഹളത്തിലായിരുന്നു. ദേഷ്യം വന്ന് സിദ്ധു ആകട്ടെ എല്ലാവരോടും ഒന്ന് ബഹളം നിർത്താൻ പറയുന്നു. അച്ഛമ്മയോട് അവൻ പറയുന്നുണ്ട് മരിച്ചിട്ടും അച്ഛമ്മ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്, ഞങ്ങളെയൊക്കെ കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുമെന്ന്. ആ സമയം അവരുടെ ആത്മാവ് കരയുകയായിരുന്നു. ഇനി അച്ഛമ്മയ്ക്ക് ദേഷ്യം തീർന്നില്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ഇവനെയും കൊല്ലെന്ന് പറഞ്ഞിട്ട് സിദ്ധു സ്വന്തം അനിയനെ അച്ഛമ്മയുടെ മുന്നിലേക്ക് നിർത്തുന്നു. അവര് കരഞ്ഞുകൊണ്ട് അവനെ തലോടുകയായിരുന്നു. പെട്ടെന്ന് മാധവൻ ബാക്കിലൂടെ വന്ന് പുണ്യാളിന്റെ തലക്കടിക്കുന്നു. അന്ന് ഇവളെ ഞാൻ അടിച്ചത് അറിയാതെയാണെങ്കിൽ ഇന്ന് അറിഞ്ഞുകൊണ്ട് അടിച്ചത്. മര്യാദയ്ക്ക് ഇവളെ എടുത്തുകൊണ്ട് എന്റെ അടുത്തുനിന്ന് പൊയ്ക്കോണം. പുണ്യാളിനെ എടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും നേരെ തിരിച്ച് കൊച്ചിക്ക് വരുന്നു. ഇടയ്ക്ക് അവന് ബോധം വന്നപ്പോ അവൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇന്നെന്റെ പപ്പയും മമ്മിയെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നതാ, എനിക്ക് അവരെ കാണണമെന്ന്, എന്റെ കയ്യിലെ കെട്ടഴിച്ചു വിടാൻ. എന്നാൽ സ്റ്റാനിയുടെ വീട്ടിലെത്തിയിട്ട് കെട്ടഴിച്ചു വിടാമെന്നായിരുന്നു സിദ്ധുവും കൂട്ടരും പറയുന്നത്. ആദ്യം കണ്ടെത്തേണ്ടത് ഇവർ എടുത്തു കളഞ്ഞ ആ ചിതാഭസ്മമാണ്. അവരത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരും അറിയാതെ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു. ശശിയും കൂട്ടരും ഇവരുടെ സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തിട്ടിരിക്കുകയായിരുന്നല്ലോ. ശംഖു ആകട്ട ടിന്ന് ജനലിലൂടെ എടുത്ത് എറിഞ്ഞു തോർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന മൂക്കിപ്പൊടിയുടെ യഥാർത്ഥ ടിന്നെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോയി വീണ ടിന്ന് എവിടെയായിരിക്കും വീണതെന്ന് ഏകദേശം ഊഹം കിട്ടും. അതിനു വേണ്ടിയിട്ട് അവൻ തൽക്കാലം ആ ടിന്നെടുത്ത് ജനലിന് പുറത്തേക്ക് അറിയുന്നു. അത് പോയി വീണ സ്ഥലം താഴെ നിന്ന് വേദിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും നിന്ന് കിട്ടുമെന്ന് പറഞ്ഞതും സിദ്ധുവും കൂട്ടരും താഴെ ഇറങ്ങി വന്ന് അത് തെരയാൻ തുടങ്ങി. പക്ഷേ ശശിയും കൂട്ടരും ജനലിലൂടെ ഇവരെ കാണുന്നുണ്ടായിരുന്നു. അന്നിവരുടെ വീഡിയോ വൈറലായി പ്രശ്നമൊക്കെ ആയ ശേഷം ഇവർ തിരിച്ച് കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഇവന്മാരെ കൈയോടെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇവർ കൈ കിട്ടിയ ബാറ്റൊക്കെ ആയിട്ട് ഇവന്മാരെ അടിക്കാൻ ഇവരെല്ലാം ഓടി വരുന്നുണ്ട്. അവരിങ്ങ് എത്തുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയോ ശംഖു ആ ടിന്ന് കണ്ടെത്തി. അവൻ അതെടുത്തുകൊണ്ട് കൂട്ടുകാരോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും ശശിയും കൂട്ടരും വന്ന് ഇവരെ എല്ലാം പിടിക്കുകയും അവരെയൊക്കെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. കൈ കെട്ടിരിക്കുന്ന കാരണം പുണ്യാളിന് തിരിച്ചടിക്കാനും വയ്യ. സിദ്ധുവിനും ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും സിദ്ധു ഒന്ന് തുമ്മുകയും അവന്റെ ശരീരത്തിലേക്ക് അച്ഛമ്മയുടെ ആത്മാവ് കയറി വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛമ്മയുടെ ആത്മാവായിരുന്നു ഇവരെ അടിക്കാൻ വന്ന എല്ലാവരെയും അടിച്ചിട്ടുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പുണ്യാളിനെ കാണാൻ വന്ന അവന്റെ പപ്പയും മമ്മിയും അവിടേക്ക് വരുന്നത്. തന്റെ മകന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതും അവന്റെ ഉള്ളിലെ ആത്മാവ് അവരെ അടിച്ചിടുന്നു. ഈ പ്രശ്നമെല്ലാം നടക്കുന്നത് നേരത്തെ ഇവരുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ നാട്ടുകാരൻ കാണുന്നുണ്ട്. അയാൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഈ വണ്ടിയിൽ നിന്ന് കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. പുണ്യാളിന്റെ പപ്പയും മമ്മിയും പുണ്യാളിനെ എല്ലാം കൂട്ടിയിട്ട് സിദ്ധുവും ശംഖുവും വേദികയും ആ വണ്ടിയിലേക്ക് കയറി. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ പുണ്യാളിന്റെ ശരീരത്തിലുള്ള അച്ചമ്മയാകട്ടെ തന്റെ വോയിസിൽ സംസാരിക്കുന്നുണ്ട്. രുക്മിണിയുടെ സൗണ്ട് കേട്ട് പേടിച്ചു പോയ ആ നാട്ടുകാരനാകട്ടെ അയ്യോ പ്രേതോന്ന് പറഞ്ഞിട്ട് വണ്ടി ഓഫാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അയാളെ വിളിച്ചിട്ട് നിൽക്കാത്തത് കാരണം സിദ്ധു തന്നെ വണ്ടി എടുത്ത് നേരെ സ്റ്റാനിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഒരു വിശ്വാസങ്ങളും ഇല്ലാത്ത രാഘവനും രമേശനും ആകട്ടെ അമ്മയുടെ ആത്മാവ് തിരിച്ചു വന്നത് കാരണം രുക്മിണി നേരത്തെ
ചെയ്തതുപോലെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ആഹാരം പാകം ചെയ്ത് വെക്കുന്നുണ്ട്. സിദ്ധുവും കൂട്ടരും സ്റ്റാൻലിയുടെ അടുത്തെത്തി എത്രയും പെട്ടെന്ന് എക്സോർസിസം ചെയ്യണമെന്ന് പറയുന്നു. ചിതാഭസ്മം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ശംഖുവിനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ശംഖു പറയുന്നത് ഒരു അബദ്ധം പറ്റിയെന്ന്. ചിതാഭസ്മമാണെന്ന് പറഞ്ഞിട്ട് അവൻ കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്നത് അവൻ രണ്ടാമതെറിഞ്ഞ യഥാർത്ഥ മൂക്കിപ്പൊടിയുടെ ടിന്ന് തന്നെയായിരുന്നു. മറ്റേത് അവന് കണ്ടെത്താനായില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ ചിതാഭസ്മം ഇല്ല. ഇനി എങ്ങനെ എക്സോർസിസം ചെയ്യും? എക്സോർസിസം ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ആത്മാവിന്റെ കൂടെ ഡസൻ കണക്കിന് ആത്മാക്കൾ ഇറങ്ങി വരുമെന്നും പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നുമാണ് സ്റ്റാനി പറയുന്നത്. ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും എക്സോർസിസം ചെയ്യാനായിരുന്നു അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. താൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഒരു എക്സോർസിസം ചെയ്യാൻ സ്റ്റാനി ശ്രമിക്കുന്നുണ്ട്. അത് വർക്കൗട്ട് ആവുന്നില്ല. അച്ഛമ്മയുടെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല. ചുറ്റുമുണ്ടായിരുന്ന പല ആത്മാക്കളും ഉണരുകയും അതെല്ലാം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റാനിയാകട്ടെ ആത്മാക്കളെ തൽക്കാലം ഒഴിപ്പിച്ചു നിർത്തുന്ന സ്പ്രേ എടുത്ത് പുണ്യാളിന്റെ മുഖത്തേക്ക് അടിക്കുന്നു. തൽക്കാലത്തേക്ക് ആ ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മാവ് ഇവന്റെ ശരീരത്തിൽ നിന്നും പോയി എനിക്കുടനെ റഷ്യയിലേക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റാനി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ അപ്പോഴും പുണ്യാളിനെ തിരിച്ചു ബോധം വന്നിട്ടില്ല. അവന്റെ ശരീരത്തിൽ ആത്മാവ് പോയോ ഇല്ലയോ എന്ന് സിദ്ധുവിനും കൂട്ടർക്കും ഡൗട്ടായി. ഒരു കണ്ണാടി എടുത്ത് അവന്റെ മുന്നിലേക്ക് പിടിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആ ആത്മാവ് പോയിട്ടില്ല. ഇപ്പോഴും അവന്റെ ഉള്ളില് അച്ഛമ്മയുടെ ആത്മാവ് തന്നെയാണ്. സ്റ്റാനി നേരത്തെ പറഞ്ഞ പോലെ ആ ആത്മാവ് കൂടുതൽ ശക്തിയാർജിച്ചു. അവിടെ തളയ്ക്കപ്പെട്ടിരുന്ന പല ആത്മാക്കളെ ഉണർത്തി. അതെല്ലാം ഇവരെ പേടിപ്പിക്കാൻ ആരംഭിച്ചു. സ്റ്റാനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയായിരുന്നല്ലോ. വഴിയിൽ വെച്ചിട്ട് അയാളുടെ വണ്ടിക്ക് ഒരാൾ കൈ കാണിച്ച് അതിലേക്ക് കയറുന്നു. അത് നേരത്തെ സിദ്ധുവിന്റെ അടുത്തുനിന്ന് പേടിച്ചോടിയ ആ നാട്ടുകാരനായിരുന്നു. എന്റെ നാട്ടിലൊരു സ്ത്രീയുടെ ആത്മാവ് ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്നും എനിക്ക് ഈ നാട് വിട്ടു പോകണമെന്നുമാണ് സ്റ്റാനിയോട് അയാൾ പറയുന്നത്. എല്ലായിടത്തും ആത്മാക്കളാണല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റാനി അയാളെയും കൂട്ടി വണ്ടി ഓടിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ മാധവനാകട്ടെ തന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വീട്ടുകാരറിയാതെ എവിടെയൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. രാത്രി ആരും അറിയാതെ അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ വാതിലിന് മുകളിലായിട്ട് വെച്ചിരുന്ന രുക്മിണിയുടെ ഫോട്ടോ അയാളുടെ തലയിലേക്ക് വീഴുകയും അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു. ഈ സമയം പുണ്യാളൻ അവന്റെ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. അവന്റെ മുന്നിൽ ഒന്നുകൂടി കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ അവന്റെ ശരീരത്തില് അച്ഛമ്മയുടെ ആത്മാവില്ല. അച്ഛമ്മയുടെ ആത്മാവ് പൂർണ്ണമായിട്ടും പോയി എന്ന് അവരെല്ലാവരും സന്തോഷിക്കുന്നു. നമ്മൾ എല്ലാവരും ഇവിടെ കരുതും മാധവൻ ആ ഫോട്ടോ തലയിൽ വീണിട്ട് മരിക്കുകയും മാധവനെയും കൊണ്ട് അച്ഛമ്മയുടെ ആത്മാവ് പോവുകയും ചെയ്തതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല സംഭവം. ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന സ്റ്റാനിയാകട്ടെ ആ നാട്ടുകാരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ എന്ന്. സിഗരറ്റ് ഒന്നുമില്ല, മൂക്കിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ചെറിയ ടിന്നെടുത്ത് സ്റ്റാനിയുടെ കയ്യിൽ കൊടുക്കുന്നു. അന്ന് ശംഖു ആകട്ടെ മൂക്കിപ്പൊടി ടിന്നിലുണ്ടായിരുന്ന ചിതാഭസ്മം താഴേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവരിറക്കി വിട്ട നാട്ടുകാരൻ അതുവഴി നടന്നു പോകുകയായിരുന്നു. അയാളുടെ അടുത്തേക്കാണ് ഈ ടിന്ന് വന്ന് വീണത്. മൂക്കിപ്പൊടിയാണെന്ന് കരുതിയിട്ട് അയാൾ അതെടുത്ത് തന്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാനി ചോദിച്ചപ്പോ സിഗരറ്റ് ഇല്ലാത്ത കാരണം അയാൾ അതെടുത്ത് സ്റ്റാനിക്ക് കൊടുക്കുകയും ചെയ്തു. മൂക്കുപ്പൊടിയാണെന്ന് കരുതിയിട്ട് സ്റ്റാനി അത് തന്റെ മൂക്കിലേക്ക് വലിച്ചു. ആ സമയം പുണ്യാളിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ് സ്റ്റാനിയുടെ ശരീരത്തിലേക്ക് കയറി. അതുകൊണ്ടാണ് പുണ്യാളിന് ഓക്കെ ആയത്. തലയിൽ ഫോട്ടോ വീണ മാധവന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്നും ബോധം പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടി. അച്ഛമ്മയുടെ ആത്മാവിന്റെ കൂടെ സ്റ്റാനി അവിടെ തളച്ചിരുന്ന എല്ലാ ആത്മാക്കളും സ്റ്റാനിയുടെ വണ്ടിയുടെ പിറകിൽ കയറി എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ നിന്നും സാധനങ്ങളുമായിട്ട് വീട്ടുകാരറിയാതെ ഇറങ്ങിയ മാധവൻ ഗോവയിൽ നിൽക്കുന്നതാണ്. അയാളെ ലൈഫ് എൻജോയ് ചെയ്ത് അവിടെ ആഘോഷം നടക്കുന്നതിനിടയിൽ രുക്മിണിയുടെ ആത്മാവ് കയറിയ നമ്മുടെ സ്റ്റാനി അവിടേക്ക് വരികയും രുക്മിണിയുടെ സൗണ്ടില് അയാളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. രുക്മിണി ഇതുവരെയും തന്നെ വിട്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി പേടിച്ചു പോയ മാധവൻ അവിടെ നിന്ന് ഓടുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.